Okay, രണ്ട് മൊഡ്യൂളുകൾ കഴിഞ്ഞു. ഫോർത്ത് മോഡലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സ്പീക്കിംഗ് സ്കില്ലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗ ടു സ്പീക്ക് പൊളൈറ്റ്ലി, എങ്ങനെ സഭ്യമായ രീതിയിൽ സംസാരിക്കാം എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന നിലയിൽ നമ്മൾ സ്പീക്കിംഗ് പൊളൈറ്റ്ലി, അതായത് യൂസിങ് പൊളൈറ്റ് വേർഡ്സ് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു ഓൺ ദ പ്രീവിയസ് ക്ലാസ്. സോ നമ്മൾ ഇന്ന് അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവുകയാണ്. ഇറ്റ്സ് നെയ്മഡ് ഗിവിംഗ് ഒപ്പീനിയൻസ് ആൻഡ് പ്രിഫറൻസസ്. ഒപ്പീനിയൻ, ഹൗ ടു ടേക്ക് ഒപ്പീനിയൻ, എങ്ങനെയാണ് ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം എങ്ങനെയാണ്. പ്രിഫറൻസ് മീൻസ് ഒരു മുൻഗണന എങ്ങനെ കൊടുക്കാം, ഒരു പ്രിഫർ എങ്ങനെ നൽകാം എന്നുള്ളതൊക്കെ പറയുന്ന ഭാഗമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരമാണെങ്കിൽ സ്പീക്കിംഗ് സ്കില്ലിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പൊളൈറ്റ് വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും സഭ്യമായ രീതിയിൽ എന്ത് ചെയ്യാം, വാക്കുകൾ പ്രയോഗിക്കുക. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രായോഗികമായിട്ട് സോ നമ്മൾ പഠിച്ചത് ഫുഡാണ് പഠിച്ചത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ടാണ്. ഓക്കെ, സോ എല്ലാവരും പുസ്തകം ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ പേജ് നമ്പർ 105, 105 നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കോൺവെർസേഷണൽ ഫ്രെയിം നമ്പർ 2. ഓക്കെ, ഗിവിംഗ് ഒപ്പീനിയൻ പ്രിഫറൻസസ്. ജസ്റ്റ് a minute. ഇത് ഒരു മിനിറ്റ്, ഞാൻ ഒരു ജസ്റ്റ് ഒരു കോൾ മേക്ക് ചെയ്തിട്ട് വരാവേ. ഒറ്റ മിനിറ്റ്.
സോ റെഡി. ഓക്കെ, വേറെ ഒന്നല്ല, ഫാസിൽ സാർ ഒന്ന് വിളിച്ചതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കട്ടായി പോകുന്നുണ്ട്. ഒന്ന് വിളിച്ചു നോക്കിയതാ, ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. സോ കണ്ടിന്യൂ ചെയ്യാം. ഗിവിംഗ് ഒപ്പീനിയൻസ് ആൻഡ് പ്രിഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായവും മുൻഗണനയൊക്കെ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ നൽകാം എന്നുള്ളതാണ് നമ്മളതിൽ പറയുന്നത്. ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് we encounter numerous situations in which we are required to express our agreement and disagreement. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അഗ്രിമെന്റും ഡിസഗ്രിമെന്റും ചെയ്യേണ്ടതാണ്. അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം നൽകുക, ഡിസഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് ആണെന്ന് പറയുക, താല്പര്യമില്ല എന്ന് പറയുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കോൺവെർസേഷനിൽ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ this frame introduces appropriate phrases and expressions specific to the function of expressing opinions and preference. ഈ സെക്കൻഡ് ഫ്രെയിമിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പൊളൈറ്റ് വേർഡ്സിന് ശേഷമുള്ള ഈ സെക്കൻഡ് ഫ്രെയിമിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ അഗ്രിമെന്റും ഡിസഗ്രിമെന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കാം അല്ലെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടാവുക. സോ എല്ലാവരും പേജ് നമ്പർ 105 കോൺവെർസേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. 105 സുമ, ഫർഹ ആൻഡ് നുറിൻ, ഇവര് 3 പേരുമുള്ള ഒരു കോൺവെർസേഷൻ ആണ് കാണാനുള്ളത്. നമ്മൾ ഒരു കോൺവെർസേഷൻ ആദ്യം വായിക്കേണ്ടതുണ്ട്, അതിനുശേഷം വീണ്ടും വായിച്ചതിന് ശേഷം പേജ് നമ്പർ 107 ഒരു കള്ളി കാണും. ഓക്കെ, അഗ്രിമെന്റ്, ഡിസഗ്രിമെന്റ്, പ്രിഫറൻസ്. ഈ 3 കള്ളിയിലേക്ക് അഗ്രിമെന്റിന് ഇതിൽ യൂസ് ചെയ്ത ടേംസ് ഏതൊക്കെയാണ്, ഡിസഗ്രിമെന്റിന് യൂസ് ചെയ്ത ടേംസ് ഏതൊക്കെയാണ്, പ്രിഫറൻസിന് പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാണ്, ഇത് നമ്മളുടെ ഈ ആക്ടിവിറ്റിയിൽ എക്സസൈസ് 1 നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. ഇതാണ് നിങ്ങളുടെ എക്സാമിന്റെ വർക്ക്. ഒരു കോൺവെർസേഷൻ ഫ്രെയിം തന്നു കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സുകൾ ഏതൊക്കെ ടൈപ്പിലുള്ളതാണ്, പൊളൈറ്റ് വേർഡ്സ് ആണോ, ഗിവിംഗ് ഒപ്പീനിയൻസ് ആണോ, പ്രിഫറൻസ് ആണോ എന്നൊക്കെ ഉള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫൊനറ്റിക്സിൽ നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. സോ 2 തവണ കോൺവെർസേഷൻ വായിച്ചിട്ട് ബോറടിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആയതിനെ മുൻകൂട്ടി പറയുന്നത്. നമ്മൾ ഈ കോൺവെർസേഷൻ വായിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ 3 കള്ളികൾക്ക് വേണ്ട ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സോ അഗ്രിമെന്റിന് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നും ഡിസഗ്രിമെന്റിനുള്ളതും പ്രിഫറൻസിനുള്ളതും ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ആ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഞാനിതിങ്ങനെ കോൺവെർസേഷൻ വായിച്ചു തരുന്നുണ്ട്. ആൻസർ കീയിൽ ഓരോന്നിനും ഉള്ള ഓരോന്ന് വീതം ഞാൻ പറഞ്ഞുതരാം, ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രസന്റേഷൻ ആൻഡ് പ്രാക്ടീസ് ആണ് ഇത്. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. സുമ, ഫർഹാൻ, മെറിൻ, ക്ലാസ്മേറ്റ്സ് അറ്റ് ഹൈ ബ്രെയിൻസ് കോളേജ് ആർ മേക്കിംഗ് പ്ലാൻസ് ഫോർ ദ കമ്മിങ് വീക്കെൻഡ്. ഇവർ 3 പേരും സ്റ്റുഡൻസ് ആണ് ബ്രെയിൻസ് കോളേജിലുള്ള. ഇവര് അടുത്ത ആഴ്ചക്കുള്ള പ്ലാനിങ്ങുകൾ, വീക്കെൻഡിലുള്ള പ്ലാനിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുമ, നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. It is Thursday today. Do you have any plans for this weekend? ഇന്ന് വ്യാഴാഴ്ചയല്ലോ, ഈ വീക്കെൻഡിലേക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആര്, സുമ. ഫർഹ, ഗുഡ് മോർണിംഗ് സുമ. സോ ഫാർ നത്തിങ്. സോ ഫാർ നത്തിങ്, ഇതുവരെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഐ തിങ്ക് ഗോയിങ് ഫോർ എ മൂവി വിൽ ബി നൈസ്. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു. ഗോയിങ് ഫോർ എ മൂവി വിൽ ബി നൈസ്, ഒരു സിനിമയ്ക്ക് പോകുന്ന എന്തായിരിക്കും, നല്ലൊരു ആശയമായിരിക്കുമെന്ന് പറയുന്നു മെറിൻ. ഐ പ്രിഫർ നോട്ട് ടു. അത് വേണോ? യുനോ സിനിമാക്സ് ഇസ് ഷോവിങ് ദ എൻചാൻറ്റഡ്. സിനിമാക്സിൽ മീൻസ് തിയേറ്റർ. ഓക്കെ, അവിടെ ഇപ്പോ എൻചാൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് പ്രസന്റ് ചെയ്യുന്നത്. ആസ് ഫാർ ആസ് ഐ നോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ്. അത് അത്ര സുഖമുള്ളൊരു സിനിമ ഒന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സുമ, ഐ ക്യാൻ സേ ദാറ്റ് ഐ ഷെയർ യുവർ വ്യൂസ് ഓൺ ദ ഫിലിം. A few reviews of the film I have read unanimously say that it's worth watching. ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് മോശമൊന്നുമല്ല, ഞാൻ കേട്ടിടത്തോളം റിവ്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വർത്ത് വാച്ചിങ്, കാണാൻ അത്ര മോശമുള്ളതൊന്നുമല്ല, നല്ല സിനിമ തന്നെയാണ്. ഇറ്റ് സീംസ് ദാറ്റ് വി ക്യാൻ കൗണ്ട് ഓൺ ദം, നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. ഫർഹ, ഐ അഗ്രി വിത്ത് സുമ. ഞാൻ എന്ത് ചെയ്യാം, സുമൈ പേജ് നമ്പർ 105 and 106. ഓക്കെ, 105 106 ഇപ്പൊ 106 എത്തിയിട്ടുണ്ട്. ഓക്കെ, I agree with Suma. I have seen its trailer. It's really exciting. ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ട്.
നല്ല ഒരു മൂവി തന്നെയാണ്. മെറിൻ, ഇഫ് യു ടു അഗ്രി ഓൺ ഗോയിങ് ഐ ക്യാൻ സീ നോ റീസൺ ടു ഒപ്പോസ് ഇറ്റ്. നിങ്ങൾ രണ്ടുപേരും ഇത് പോവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സീ നോ റീസൺ ടു ഒപ്പോസ് ഇറ്റ്. ഒപ്പോസ് ചെയ്യാൻ മീൻസ് എതിർക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഡോണ്ട് യു തിങ്ക് മീറ്റിംഗ് അറ്റ് സമ്മർ പിസ്സ ഹൗസ് വിൽ ബി എ നൈസ് ഐഡിയ? സമ്മർ പിസ്സയിൽ വെച്ച് കൂടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അതായത് ആഫ്റ്റർ മൂവി അല്ലെങ്കിൽ ബിഫോർ മൂവി സമ്മർ പിസ്സയിൽ വെച്ചിട്ട് ഒരു പിസ്സ ഒക്കെ കഴിക്കാൻ നമുക്ക് താല്പര്യം. ബീൻ ദർ ഫോർ എ ലോങ് ടൈം. കുറെ കാലമായി സമ്മർ പിസ്സയിലൊക്കെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണ്, ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ഓക്കെ, സുമ, ഇറ്റ്സ് ഗുഡ് ബട്ട് ഐ എം അഫ്രൈഡ് വി വോണ്ട് ഹാവ് ഇനഫ് ടൈം ടു സ്പെൻഡ് ദർ. അയ്യോ, കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് എന്തുണ്ടാവില്ല, പറ്റൂല. I think it would be better to go there after the film, Faha. What do you think? So സിനിമയ്ക്ക് പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സമ്മർ പിസയിലേക്ക് എന്ത് ചെയ്യാം, പോകാം. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സമയം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാം. എന്താ എന്റെ അഭിപ്രായം ചോദിച്ചു. ഫർഹ, ഐ ആം വിത്ത് യു ഓൺ ദിസ്. വെൻ ഷുഡ് ബി മീറ്റ്? ആയിക്കോട്ടെ, കുഴപ്പമില്ല, സിനിമ കഴിഞ്ഞിട്ട് സമ്മർ പിസയിലേക്ക് പോകാം. എപ്പോഴാ കാണുക? ഐ മീൻ എപ്പോഴാണ് നമ്മളവരും കൂടി ജോയിൻ ചെയ്യാന്ന് ചോദിച്ചു. വെൽ, ദ മൂവി ഈസ് ഷോവിങ് അറ്റ് 2 PM and 4 PM. 2 മണിക്കുമുണ്ട് 4 മണിക്കുമുണ്ട് ഷോ. ഓക്കെ, ഐ പ്രിഫർ ദ ഫസ്റ്റ്. ഞാൻ ഇഷ്ടപ്പെടുന്നത്, മെറിൻ പറയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് ആദ്യത്തേതിനാണ്. ഓക്കെ, റിമെമ്പർ, വായിക്കുന്ന സമയത്ത് വർക്കൗട്ട് പറഞ്ഞിരിക്കുന്ന അഗ്രിമെന്റും ഡിസഗ്രിമെന്റിനും പ്രിഫറൻസിനുമുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം ഇതിലിപ്പോ അഗ്രി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക്, ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും, ഡിസഗ്രിമെന്റിനുള്ള വാക്കുണ്ടാവും, പ്രിഫറൻസിനുള്ള വാക്കുണ്ടാവും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, കിട്ടുകയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള എക്സാം ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കോൺവെർസേഷൻ തന്നിട്ട് അതിൽ നീ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്താൻ പറയും, അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് അവർ തരും. ഇതാണ് എക്സാം. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള പോലെ എസ്സേയും ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഐഡന്റിഫൈ ചെയ്താൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാതെ പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കുക, അത്ര മതി. സോ എപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യും? ഐ പ്രിഫർ ദ ഫസ്റ്റ്. നമുക്ക് ആദ്യത്തെ എടുത്തൂടെ? ഫസ്റ്റത്തെ ടൈം 2 മണിക്ക് എടുക്കാം, അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നു. സുമ പറയാണ്, ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ ഹാഡ് ഇൻ മൈ മൈൻഡ്. അതന്നെയായിരുന്നു ഞാനും ആലോചിച്ചിരുന്നത്. വി ക്യാൻ മീറ്റ് അറ്റ് സമ്മർ പിസ്സ ഹൗസ് അറ്റ് 5:15 PM. ദാറ്റ് വിൽ ബി ഗിവ് us plenty of time to enjoy pizza. സോ 5:15 ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ദ മൂവി നമുക്ക് എന്ത് ചെയ്യാം, പിസ്സ ഹൗസിൽ കൂടാം. അവിടുന്ന് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഓക്കെ, സോ നമുക്ക് ഒരുപാട് സമയം എന്ത് ചെയ്യും, കിട്ടും. അതാണ് പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ ദ മൂവി, പടത്തിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പോകുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, സമയം കിട്ടുക. മെറിൻ, മൈ കസിൻ ദൃശ്യ ഈസ് ഇൻ ടൗൺ. എന്റെ കസിന് ദൃശ്യ ടൗണിലുണ്ട്. ക്യാൻ ഐ ബ്രിങ് ഹെർ അലോങ്? ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നോട്ടെ. സുമ പറയാണ്, ഐ വുഡ് ഡിസഗ്രി വിത്ത് ദ ഐഡിയ. അത് നല്ലതല്ല, ഐ വുഡ് ഡിസഗ്രി, അത് ശരിയാവില്ല. ഇറ്റ് സീംസ് വി വോണ്ട് ഹാവ് പ്രൈവസി. ആ കുട്ടി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, വി വോണ്ട് ഹാവ് പ്രൈവസി. നമ്മളുടെ 3 പേരുടെയും ലോകത്തിലേക്ക് വേറൊരാൾ കടന്നു വരുമ്പോ അതൊരു സുഖമുള്ള കാര്യമല്ല, പ്രൈവസി ഇല്ല. ഫർഹ, ഐ കുഡന്റ് അഗ്രി വിത്ത് യു മോർ. ഞാനും നിന്നോട് എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നില്ല, അതിനോടൊന്നും താല്പര്യപ്പെടുന്നില്ല. ഐ കുഡന്റ് അഗ്രി വിത്ത് യു മോർ എന്ന് പറഞ്ഞാൽ നിന്റെ അഭിപ്രായത്തോട് ഞാനും എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. മെറിൻ, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് യു വുഡ് റാദർ bring her along. That's all right. Let there be only 3 of us agreed. മനസ്സിലായി, നമ്മൾ 3 പേരും മാത്രം പോരെ? അഗ്രീഡ്, ഐ എം അഗ്രീഡ്, നമുക്കത് മതി. ഓക്കെ, സോ ഇത്രയും കൺവെർസേഷൻ്റെ ഇടയിൽ മോർ ദാൻ 2 or 3 അഗ്രിമെന്റ് വന്നിട്ടുണ്ട്, ഡിസഗ്രിമെന്റ് വന്നിട്ടുണ്ട്, 1 or 2 പ്രിഫറൻസ് വന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യുക, അതാണ് നിങ്ങളുടെ ജോബ്. പ്ലീസ് ഡു ദാറ്റ്, അത് ചെയ്യുക. ഓക്കെ, sure. So we plan to go to the movie at 2, have pizza after the movie and shop at Michael's afterward, right? ആദ്യം സിനിമയ്ക്ക് പോകുന്നു, അതിനുശേഷം പിസ്സ, അതിനുശേഷം എന്തെങ്കിലും ഒരു ഷോപ്പിംഗ്. ഇതല്ലേ നമ്മുടെ പ്ലാൻ എന്ന് ചോദിക്കുന്നു. എക്സാക്ട്ലി, അതെ, അത് തന്നെയാണ് പ്ലാൻ. ടിൽ ദെൻ ബൈ, അതുവരെ കാണുന്നത് വരെ ബൈ, നമുക്ക് വീണ്ടും കാണാം, സീ യു സൂൺ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പിരിയുന്നു. സോ ഒരു കോൺവെർസേഷനിൽ 3 കഥാപാത്രങ്ങൾ, ഈ 3 കഥാപാത്രങ്ങൾ തമ്മിലൊരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു.
ഈ സിനിമയിലേക്ക് പോകുന്നതിന്റെ മുന്നേ അവർക്ക് ആഫ്റ്റർ വീക്കെൻഡ് പ്ലാൻ ചെയ്യുകയാണ്. ആ വീക്കെൻഡിലിടയിൽ ഇവർ ഒരുപാട് കോൺവെർസേഷൻ പറയുന്നു, ഒരാളെ എക്സ്ട്രാ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നു. ഇതിനൊക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഓർത്തു വെക്കുക. പേജ് നമ്പർ 107. നിങ്ങളൊന്ന് റീഡ് അലോങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുന്നു. അതൊന്ന് ചെയ്യുകയായിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഒന്ന് റീഡ് അലോങ് ചെയ്താൽ ബെറ്റർ ആണ്. ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അണ്ടർലൈൻ ദ യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ഫ്രം ദ ഡയലോഗ് എബവ് ആൻഡ് റൈറ്റ് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. നമ്മളിനി ചെയ്യേണ്ടത്, നമുക്കിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. എഗ്രിമെന്റും ഡിസഗ്രിമെന്റും പ്രിഫറൻസും എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. സോ റീഡ് അഗൈൻ ദ കോൺവെർസേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇതാണ് നിങ്ങളുടെ ജോബ്. എഗ്രിമെന്റിന്, സമ്മതത്തിന് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഡിസഗ്രിമെന്റിന് ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, ഡിസഗ്രിമെന്റ് താല്പര്യമില്ല, നോ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാണ്? അതെങ്ങനെ പൊളൈറ്റ് ആയിട്ട് അവർ യൂസ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പ്രിഫറൻസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ തുടക്കം മുതൽ ഒടുക്കം വരെ ഐ തിങ്ക് ഗോയിങ് ഫോർ എ മൂവി വിൽ ബി നൈസ്. ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഇതിലിപ്പോ ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കുക, ഇതിൽ ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല. സോ ഐ തിങ്ക് ഗോയിങ് ഫോർ എ മൂവി വിൽ ബി നൈസ്. ഒരു സിനിമയ്ക്ക് പോകുന്ന എന്തായിരിക്കും? നന്നായിരിക്കും. ഒരു ഒപ്പീനിയൻ ആണ്. ഇവിടെ കളിയിൽ ഒപ്പീനിയൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വേണ്ട, സ്കിപ്പ് ചെയ്താം. സോ നോക്കാം. അഗ്രിമെന്റിന് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക ഐ അഗ്രി വിത്ത് സുമ. ഓക്കെ, എക്സാമ്പിൾ ഐ അഗ്രി വിത്ത് സുമ. പിന്നെ ഡിസഗ്രിമെന്റിന് ഐ ആം അഫ്രൈഡ്. അയ്യോ, അത് ശരിയാവില്ല. ഓക്കെ, ഐ ആം അഫ്രൈഡ്. നോ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അത് പൊളൈറ്റ് ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഐ ആം അഫ്രൈഡ്. ഓക്കെ, ദെൻ ഐ പ്രിഫർ ദ ഫസ്റ്റ്. മറ്റേ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് 2 PM and 4 PM പറഞ്ഞു. അതിൽ ഐ പ്രിഫർ ദ ഫസ്റ്റ്. ഓക്കെ, ആ പ്രിഫർ ദ ഫസ്റ്റ് ആണ് എന്ത്? ഒരു പ്രിഫറൻസ് കൊടുക്കുക. നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത് 2 മണിക്കുള്ളതാണ്. കാരണം അതിനുശേഷം നമുക്ക് 2 പ്ലാൻ വേറെയും ഉണ്ട്. എന്ത് ചെയ്യണം? സമ്മർ പിസയിൽ പോകണം, അതിനുശേഷം എന്തെങ്കിലും ഒരു ഷോപ്പിംഗ് നടത്തണം. സോ ഇതാണ് ആക്ടിവിറ്റി. ഓക്കെ, എല്ലാവരും ഒന്ന് റീപ്ലൈ തന്നാൽ നന്നായിരിക്കും. പറഞ്ഞ കണ്ടന്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പേഴ്സണലായിട്ട് വിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്താൽ മതി. റീവർക്ക് റീ ആറ്റിറ്റ്യൂഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ചെയ്യാൻ, നമുക്ക് പ്രശ്നങ്ങളില്ല. സോ ഒരു റീപ്ലൈ തന്നു കഴിഞ്ഞാൽ ഓക്കെ, ക്ലിയർ ആണ്. സോ നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കോൺവെർസേഷൻ തരും. ആ കോൺവെർസേഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് എത്താനായിരിക്കാം മേ ബി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എഗ്രിമെന്റ്, ഡിസഗ്രിമെന്റ്, പ്രിഫറൻസ് ഓർ ഒപ്പീനിയൻ. ഇതിൽ ഒപ്പീനിയൻ ഇല്ല, അപ്പൊ അതും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? എക്സാമിന് വരാം. സോ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, ഇതിലിപ്പോ ഞാൻ പറഞ്ഞത് ഒരു എഗ്രിയും ഒരു ഐ ആം അഫ്രൈഡും ഐ പ്രിഫർ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കണ്ടന്റുകൾ ആഫ്റ്റർ ദി സെഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇതിൽ എന്തുള്ളൂ? ബെനിഫിറ്റ് ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എന്താ പറയാ, ഗൈഡ് യൂസ് ചെയ്യാം, പക്ഷേ അത് ഐഡന്റിഫൈ ചെയ്യുന്ന അത്ര സുഖം ഉണ്ടാവില്ല എക്സാമിൽ ചെയ്യുമ്പോൾ. കാരണം അതൊരാൾ കോപ്പി അടിച്ച പോലെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ശ്രമിക്കുക. എന്തായാലും ഞാൻ ഒരു ഉറപ്പ് പറയാം, എഗ്രിമെന്റിൽ ഒരു 3 or 4 ഉണ്ടായിരിക്കും, ഡിസഗ്രിമെന്റിൽ ഒരു 3 ഉണ്ടായിരിക്കും, പ്രിഫറൻസിൽ 2 or 3, 2 മാക്സിമം അല്ലെങ്കിൽ 3. ഓക്കെ, ഇത്രയാണ് ഉള്ളത് കണ്ടന്റ്. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലാംഗ്വേജ് ഫോക്കസ് ആണ്. എക്സ്പ്രസിങ് പ്രിഫറൻസ്. എങ്ങനെയാണ് പ്രിഫറൻസ് പറയാം? അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏത് വാക്കുവെച്ചാണ് നമ്മൾ പ്രിഫറൻസ് പറയുന്നത്? കോൺവെർസേഷനിൽ പൊളൈറ്റ് ആയിട്ട് എങ്ങനെ പറയാം? എക്സാമ്പിൾ ഉണ്ട്, മീനിങ്ങും ഉണ്ട്. ഇതിന് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പൊളൈറ്റ് വാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർഡ് എന്ന് പറയുന്നത് റാദർ ആണ്. ഐ വുഡ് റാദർ. ഇതിന് പകരം അത്. അവിടെ നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് വായിച്ചു. ഐ വുഡ് റാദർ ഗോ ടു എ മൂവി ടുനൈറ്റ് ദാൻ സ്റ്റഡി ഗ്രാമർ. ഗ്രാമർ പഠിപ്പര് എന്ന് ഞാൻ എന്തിനാ പോകുന്നത്? മൂവിക്കാണ് പോകുന്നത്. ഐ വുഡ് റാദർ സ്റ്റഡി ഹിസ്റ്ററി ദാൻ ബയോളജി. ആ സ്റ്റഡിന്റെ പകരം അവിടെ ദാൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? കണ്ടന്റ് മനസ്സിലാവും. ഇന്ന് ബയോളജി അല്ല, പകരം എന്ത് പഠിക്കും? ഹിസ്റ്ററിയാണ് ഞാൻ എന്ത് ചെയ്യുക? ഇന്ന് പഠിക്കും.
So notice that the simple form of which verb follows both would rather and than. If the verb is the same, it is not usually repeated after than. സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, രണ്ടൊരാൾ നോക്കൂല. സോ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുത്തുള്ള രണ്ട് കാര്യങ്ങളാണ്. റാദർ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്യുക, പ്രിഫറൻസ് കൊടുക്കുക. സോ പ്രിഫറൻസിന് ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് റാദർ ആണ്. അതിന്റെ ടെക്നിക്കൽ ടൈംസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, എവിടേക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ എക്സസൈസ് 2 എക്സ്പ്രസിംഗ് പ്രിഫറൻസ് വുഡ് റാദർ. എങ്ങനെ ഇത് ആൻസർ ചെയ്യാന്നുള്ളതാണ്. ആൻസർ ഇൻ കംപ്ലീറ്റ് സെന്റൻസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു ആസ് എൻ എക്സാമ്പിൾ. ഒന്നാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നമ്മളിപ്പോ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്. സോ നോക്കാം. യു ആർ ഇൻ ടൗൺ റൈറ്റ് നൗ. നീ ഇപ്പൊ ടൗണിലുണ്ട് അല്ലേ? വേർ വുഡ് യു റാദർ ബി. ഇതല്ലെങ്കിൽ പിന്നെ നീ എവിടെയാ ഉണ്ടാവുക? ഇതല്ലാന്നുണ്ടെങ്കിൽ വേറെ നിന്നെ എവിടെ നിന്ന് കിട്ടും? ഐ വുഡ് റാദർ ബി അറ്റ് ഹോം നൗ. ഇപ്പോ പട്ടണത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എവിടെയാ ഉണ്ടാവുക? അഫ്കോഴ്സ് ഞാൻ എന്താ ഉണ്ടാവുക? വീട്ടിലാണ് ഉണ്ടാവുക. സോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ആപ്പാണ്, നോക്കാം. വാട്ട് വുഡ് യു റാദർ ഡു ദാൻ ഗോ ടു ക്ലാസ്. ക്ലാസ്സിലേക്ക് നീ എന്താ ചെയ്യാ? അപ്പോ ഐ വുഡ് റാദർ ഗോ ടു, പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള ചേർത്ത് വെക്കാം. ഐ വുഡ് റാദർ ഗോ ടു, പിന്നെയുള്ള വെർബ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. സിനിമയ്ക്കോ ക്രിക്കറ്റിനോ ഫുട്ബോളിനോ പബ്ജിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആഡ് ഓൺ ചെയ്യാം. ഐ വുഡ് റാദർ ഗോ ടു എ മൂവി. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള എന്ത് ചെയ്യാം, അവിടെ ആഡ് ഓൺ ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഐ വുഡ് റാദർ ഗോ ടു, ഇതിന് പകരം ഞാൻ എവിടേക്കാണ് പോവുക എന്നുള്ളത് ബാക്കി അവിടെ ചേർത്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ, ഡു യു വാണ്ട് ടു ഗോ ടു എ മൂവി ടുനൈറ്റ്. സിനിമയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ? ടു എ കൺസേർട്ട്, ടു ദ സൂ ടുമോറോ. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ എഴുതേണ്ടത്. നോ, ഐ വുഡ് റാദർ ഗോ ടു ദ സൂ ടുമോറോ. ഞാൻ സൂയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോവാ. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, കൺസേർട്ടിന്റെ അവിടെ എഴുതണം. സോ ഐ വുഡ് റാദർ ഗോ ടു എ കൺസേർട്ട്, മീനിങ് അവിടെ എഴുതി വെക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ? ഡു യു വാണ്ട് ടു ഗോ ടു എ മൂവി ടുനൈറ്റ്, ടു എ കൺസേർട്ട്, ടു ദ സൂ ടുമോറോ. ഈ ഒന്നോ രണ്ടത്തെ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്, സൂന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, കൺസേർട്ടിന്റെ അപ്പുറത്ത് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഐ വുഡ് റാദർ ഗോ ടു. കൺസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് പ്രോഗ്രാം, ഒരു ക്ലബിലൊക്കെ നടത്തുന്ന പ്രോഗ്രാം. ഓക്കെ. ഡു യു വാണ്ട് ടു പ്ലേ ടെന്നീസ് ദിസ് ആഫ്റ്റർനൂൺ. അതില് ഗോ ബൗളിംഗ് ഉണ്ട്, ഗോ ഫിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഐ വുഡ് റാദർ ഗോ ടു ബൗളിംഗ്. അപ്പൊ അടുത്ത ഐ വുഡ് റാദർ ഗോ ടു ഫിഷിംഗ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഐ വുഡ് റാദർ ഗോ, പിന്നുള്ള ബാക്കി അവിടെ എന്താ വെച്ചാൽ അത് കൊടുക്കാം. ഗോ ബൗളിംഗ് ആണെങ്കിൽ ബൗളിംഗ് കൊടുക്കാം, ഗോ ഫിഷിംഗ് ആണെങ്കിൽ ഫിഷിംഗ് കൊടുക്കാം. ഓക്കെ. ഐ വുഡ് റാദർ ഗോ ബൗളിംഗ്, ഐ വുഡ് റാദർ ഗോ ടു, അല്ല ടു ഇല്ല, ഐ വുഡ് റാദർ ഗോ ഫിഷിംഗ്. ഫിഷിംഗ് എന്ത് ചെയ്യാം, കൊടുക്കാം. ഡു യു വാണ്ട് ടു ഈറ്റ് അറ്റ് ദ കഫ്റ്റീരിയ അറ്റ് എ ചൈനീസ് റെസ്റ്റോറന്റ്. ഐ വുഡ് റാദർ ഈറ്റ് അറ്റ് എ ചൈനീസ് റെസ്റ്റോറന്റ്. ഓക്കെ. ഐ വുഡ് റാദർ ഈറ്റ് അറ്റ് എ ചൈനീസ് റെസ്റ്റോറന്റ്. ബാക്കിയുള്ള വർക്കൗട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് എക്സാമിന് മേ ബി ഒരു കോൺവെർസേഷൻ നിങ്ങളോട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ആണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്, താഴെ കൊടുത്തിട്ടുള്ളത്. ഒപ്പീനിയൻസ് ആൻഡ് പ്രിഫറൻസിനുള്ള വേറെയും ഒരുപാട് വാക്കുകൾ, ഐ തിങ്ക് അഭിപ്രായം പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇൻ മൈ വ്യൂ, എന്റെ കാഴ്ചപ്പാടിൽ അഭിപ്രായമാണ്. ഡു യു തിങ്ക്, അതേപോലെ ബാക്കിയുള്ള എന്ത് ചെയ്താ വായിച്ചു നോക്കാം. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു യു. എന്തായിരിക്കും, നല്ല ഉപയോഗമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക്. മാത്രമല്ല നിങ്ങളുടെ വൊക്കാബുലറി സെൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് കോൺവെർസേഷനിലൊക്കെ കണ്ടന്റുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഏത് സംഗതി എവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളുടെ പോരായ്മ. അപ്പൊ അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്ഫുൾ ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തത്. കോൺവെർസേഷനിൽ ഒപ്പീനിയൻ പ്രിഫറൻസ് എങ്ങനെയാന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കും, ഡിസഗ്രിമെന്റ് ഉണ്ടായിരിക്കാം, പ്രിഫറൻസ് ഉണ്ടായിരിക്കും, ഒപ്പീനിയൻ ഉണ്ടായിരിക്കും. അതിൽ ഏതൊക്കെ വാക്കുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തന്നു. റാദറിന്റെ പർപ്പസ്,
പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടേം എന്ന് പറയുന്നത് റാദർ ആണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ചെയ്യാൻ പറ്റുകയാണെന്ന് നോക്കുക. എന്തായാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. പേജ് നമ്പർ 109. പോസ്റ്റ് ലേണിംഗ് ടാസ്ക് ആണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് സെഷൻ ചെയ്യാൻ പോകുന്ന വർക്കാണ് പോസ്റ്റ് ലേണിംഗ് ടാസ്ക്. പരീക്ഷയ്ക്ക് നിങ്ങൾക്കുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള എന്നാൽ ഒരേ സമയം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. 5 മാർക്കിന് ഈ സംഗതി വരും. 5 അല്ലെങ്കിൽ 4 മാർക്കിന് വരാറുണ്ട് സാധാരണ. ഇത് ഉറപ്പായിട്ടും ഉണ്ടാവുകയും ചെയ്യും. ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുണ്ടായിരിക്കും. ഡിസോർഡർ ആക്കി തന്നിരിക്കുന്ന ഒരു വാക്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ആക്കി എഴുതുക. ഒരു ഇപ്പത്തൊക്കെ LKG UKG 4ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്. ഡിഗ്രി കുട്ടികളായിട്ടുള്ള 20-21 വയസ്സുള്ള 19-20 വയസ്സുള്ള നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റിയാണ് ഈ പറഞ്ഞ കാര്യം. ഡിസോർഡർ ആയിട്ട് കൊടുത്തുള്ള സാധനത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ആക്കി എഴുതുക. ഓക്കെ, ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതല്ല ചെയ്യണം എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിലൊരു പകുതി ഞാൻ പറഞ്ഞാൽ മതിന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു റീപ്ലൈ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാം അല്ലെങ്കിൽ ചെയ്യാം. ഒരാളെങ്കിലും ഒരു റീപ്ലൈ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ വന്ന് കിടക്കുന്നുണ്ട്, നോക്കട്ടെ. കാര്യങ്ങൾ വെച്ചാല് ഈ സാധനത്തെ നേരാക്കി എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. സോ ഒന്നാമത്തത് നോക്കിക്കോളൂ. നോ റീസൺ ഐ ക്യാൻ സീ ടു ഓപ്പോസിറ്റ്. ഇതാണ് നമ്മളവിടെ അപ്പുറത്ത് നേരാക്കി എഴുതേണ്ടത്. ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ്. ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ്. ഓക്കെ, ഒരു സെന്റൻസിന്റെ ആ ഒരു ഫുൾ ഫോമിലേക്ക് നമ്മൾ എത്തിച്ചാൽ മതി. അപ്പോ ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ്. ഇതിൽ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടാകും. ഫസ്റ്റത്തെ വാക്ക് എന്തായാലും ക്യാപ്സ് ലോക്കിൽ വേണമല്ലോ. അത് ഏകദേശം ഇതിലുണ്ടാവും. അതും കൂടി ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആ വാക്ക് കിട്ടും. അതും കൂടി ഒന്ന് ഒരു സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ് എഴുതി വെച്ചോളൂ. ദെൻ യെസ് ഉണ്ട്, ടു ഇറ്റ് ഉണ്ട്, ടു സേ ഇറ്റ് ഈസ് ടു ഏർലി. സോ നോക്കാം. ഇറ്റ്സ് ടു ഏർലി ടു സേ യെസ് ടു ഇറ്റ്. ഇവിടെ ഫസ്റ്റ് ക്യാപ്സ് ലോക്ക് ഉണ്ട്, നോക്കുക. ഇറ്റ് ഈസ് ടു ഏർലി ടു സേ. നേരത്തെയാണ് ടു സേ യെസ് ടു ഇറ്റ്. അതിനോട് യെസ് പറയുന്നത് വളരെ നേരത്തെ ആകും. അല്ല, എന്താണ് ഐ വുഡ് റാദർ. പിന്നെ കംപ്ലീറ്റ്ലി ഉണ്ട്, സപ്പോർട്ട് ദ മൂവി ദാൻ ഡ്രോപ്പ്. അവിടെ കൊടുക്കുക. സോ ബാക്കിയുള്ള എന്ത് ചെയ്യാം, അതേപോലെ കൊടുക്കുക. പിന്നെന്താ അഞ്ചാമത്തെ എഗ്രി. ഐ കുഡന്റ് എഗ്രി മോർ. വിത്ത് യു മോർ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ. ഓക്കെ, അത് നോക്കാം. സോ ഇതാണ് നിങ്ങളുടെ എക്സാമിനുള്ള ഒരു ആക്ടിവിറ്റി. രണ്ടാമത്തത് കോൺവെർസേഷൻ ടൈപ്പ് ആണ്. ഓഫ് കോഴ്സ് അതുണ്ടാവും. അതിനുശേഷം ഓക്കെ, അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സെക്കൻഡ് ആണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞത്, ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ അക്ഷരം ക്യാപ്സ് ലോക്ക് ആയിരിക്കും. ഓക്കെ, ഓഫ് കോഴ്സ്. സോ ഇവിടെ ഇറ്റ് ഈസ് ടു ഏർലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ അവിടെ കാണുന്നത് വലിയ അക്ഷരമാണ്. ഇറ്റ് ഈസ് ടു ഏർലി ടു സേ യെസ് ടു ഇറ്റ്. അതിനോട് യെസ് എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും, നേരത്തെ ആകും. ഇറ്റ് ഈസ് ടു ഏർലി ടു സേ യെസ് ടു ഇറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ടു ഏർലി ടു സേ യെസ് ടു ഇറ്റ്. ടു ഇറ്റ് എന്നുള്ളത് ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ ബാക്കിയുള്ള എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോഴായിരിക്കും ഇത് ക്ലിയർ ആവുക. തെറ്റുകൾ വരും, സ്വാഭാവികമാണ്. നിങ്ങൾ പ്ലസ് ടുവിലും ഇതേപോലെ കണ്ടന്റ് 10ാം ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും.
ഓക്കെ, റീഡിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. റീഡ് ചെയ്ത് നോക്കിയ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേരാക്കി എഴുതാൻ പറ്റുള്ളൂ. അതിലൊരു ടെക്നിക്കാണ് പറഞ്ഞു കഴിഞ്ഞത്, എന്ത്, ക്യാപ്സ് ലോക്ക് നോക്കാം, ഫസ്റ്റ് അക്ഷരം കിട്ടുമല്ലോ സ്വാഭാവികമായിട്ട്. ബാക്കിയുള്ളത് നോക്കാം. ഏറ്റവും ലാസ്റ്റത്തെ ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ നിങ്ങളെ പറ്റിക്കാനായിട്ട് എന്ത് കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ പോലെ ഒരു രണ്ടെണ്ണം എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഓൺ ദിസ് മാറ്റർ ബെഗ് ടു ഡിഫറെന്റ് ചെയ്ത് നോക്കുക. ഓൺ ദിസ് മാറ്റർ ഐ ബെഗ് ടു ഡിഫർ, അവിടെ കൊടുക്കാം. ഓൺ ദിസ് മാറ്റർ ഐ ബെഗ് ടു ഡിഫർ നോക്കാം. അതിലെന്തെങ്കിലും ബാക്കിയുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. സോ പൊളൈറ്റ് വേർഡ്സ് കഴിഞ്ഞു, ഒപ്പീനിയൻ പ്രിഫറൻസ് കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. സോ കോൺവെർസേഷണൽ ഫ്രെയിം 3 ടാബൂസ് ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ, ടാബൂസ്. ടാബൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ലാത്തവ, പാടില്ലാത്തവ. ഓക്കെ, അതാണ് നമ്മൾ it is very important to know how to linguistically tactful when others get something wrong. Conversational taboos are all ways of speaking that are tactically forbidden by social custom and etiquette. സോ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് സഭ്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പറയാൻ പോകുന്നത്. ടാബൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത സംഗതികളാണ്. ഓക്കെ, തെറ്റായിട്ടുള്ള ഒരു കാര്യം, ബ്രഷ്ഡ് എന്നൊക്കെ പറയും, ഇത് യൂസ് ചെയ്യാൻ പാടില്ല, തെറി പോലെയുള്ള വാക്കുകളൊക്കെ. ഓക്കെ, ഡു യു ഫീൽ കോൺവെർസേഷൻ ഒഫൻസീവ്? താഴെ കൊടുത്തിരിക്കുന്ന കോൺവെർസേഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാം. I haven't seen Janaki for years. How she? Janaki കണ്ടിട്ട് കുറെ കാലമായല്ലോ, എങ്ങനെയുണ്ട് അവൾക്ക്? Dead. She died just before Christmas. ഓള് ചത്തു ക്രിസ്മസിന്റെ കുറച്ച് മുന്നേ. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, I haven't seen Janaki for years. How she? ഹേമന്തേ, അന്നെ കണ്ടിട്ട് കുറെ ആയല്ലടാ, എന്തൊക്കെയാ എന്റെ വിശേഷങ്ങള്? അപ്പൊ ഈ പറയാണ്, വേറെ ആരെങ്കിലും എന്ത് ചെയ്ത് ചത്ത്, മോൻ കഴിഞ്ഞ പെരുന്നാളിന്റെ മുന്നേ ചത്ത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സഭ്യമല്ലാത്ത രീതിയാണ്. സോ ഇത് നമ്മൾ എങ്ങനെ തിരുത്തി പറയും എന്നുള്ളതാണ്. അപ്പൊ ആ ഡെഡ് എന്നുള്ള ഇതിലെ പ്രധാനമായിട്ടുള്ള ടാബു ഐഡന്റിഫൈ ചെയ്യാം. തെറ്റായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചുള്ള ഡെഡാണ്, ചത്ത്. അപ്പോ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ വാക്കുകൾ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഷീ പാസ്ഡ് അവേ, മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടന്റ്. സോ ഒരു പാടില്ലാത്ത വാക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് പൊളൈറ്റ് അല്ലെങ്കിൽ സഭ്യമായിട്ടുള്ള വാക്ക് ഏതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇത് ടാബൂസ്. അത് തന്നെയാണ് പൊളൈറ്റ് വേർഡ്സിൽ നമ്മൾ പഠിച്ചത്, അത് തന്നെയാണ് പ്രിഫറൻസിൽ നമ്മൾ യൂസ് ചെയ്തത്. അഗൈൻ ദിസ് ടാബൂസിലും അത് തന്നെയാണ്. ടാബൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ലാത്തവ. സോ ഒരാൾ മരിച്ചു എന്നുള്ളത് നോക്കിയിട്ട് അയാളെ മുഖത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, ചത്ത് എന്നുള്ളൊരു വാക്ക് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. അതിന് പറയാൻ പറ്റുന്ന എക്സ്ട്രാ ബാക്കിയുള്ള വാക്കുകൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് എന്താ വെച്ചാൽ, ഒരു വാക്കിന് തുല്യമായിട്ടുള്ള രണ്ടോ അതിലധികമോ വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടും. മീൻസ് ഡെവലപ്സ് യുവർ വൊക്കാബുലറി സ്കിൽ, നിങ്ങളുടെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കും. സോ പ്രസന്റേഷൻ ആൻഡ് പ്രാക്ടീസിലോട്ട് പോകാം. ഇവിടെ രണ്ട് കോൺവെർസേഷൻ കാണും, രണ്ടും സെയിം ആണ്. ഫസ്റ്റത്തത് തെറ്റായിരിക്കാം, രണ്ടാമത്തത് ശരിയാക്കി കൊടുത്തതായിരിക്കാം. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം. ടീച്ചർ, യു ഫൈനലി കെയിം. പാരന്റ്, യാ, വാട്ട് യു വാണ്ട്? എന്താ എനിക്ക് വേണ്ടത്? ടീച്ചർ ചോദിക്കുകയാണ്, നിങ്ങൾ വന്നൂല്ലേ? ആ ചോദ്യം തന്നെ ശരിയാണല്ലോ അല്ലെ? ഒരു ടീച്ചർ ഇപ്പോ നമ്മളെ കോളേജിലുള്ള
നമ്മളെ വേണ്ടപ്പെട്ട സാറുമാരിൽ ഒരാൾ സുഹൈൽ സാറോ അല്ലെങ്കിൽ ഫാസിൽ സാറോ ഒരാളുടെ പാരന്റ് വന്ന് നിങ്ങൾ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തമാശ രൂപത്തിലാണെങ്കിൽ ഓക്കെ, അതിനുള്ള റീപ്ലൈ കൊടുത്താ വാട്ട് ഡു യു വാണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടിയത്. ദെൻ യുവർ ഡോട്ടർ ഈസ് ഡൂയിങ് മിസറബിളി ഇൻ മൈ ക്ലാസ്, നിങ്ങളെ കുട്ടി ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. ആ പാരന്റ് എന്താ നിങ്ങൾ പറയണത്, വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് ടീച്ചർ, വെൽ ഐ ആം എക്സ്ട്രീംലി വറീഡ് അബൌട്ട് യുവർ സ്റ്റഡി സ്കിൽസ്, അവളുടെ പഠന നിലവാരം വളരെ മോശമാണ്. സ്വന്തം പാരന്റിനോട് മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ കുട്ടി തീരെ പഠിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആ പാരന്റിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ എഫക്ട് ചെയ്യും? നിങ്ങളുടെ ഉമ്മാന്റെ മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പയുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പം പറ്റ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അത് തന്നെ ഉള്ളു ഇവിടെ. ഹേർട്ട് ആവും. ആ ഹേർട്ട് ആവുന്നതിന് വേണ്ട വേറൊരു വാക്ക് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം, അത് ആലോചിച്ചാൽ മതി ഇതിൽ. ഓക്കെ, ഗീവ് എൻ എക്സാമ്പിൾ. ഹെർ മാത്തമാറ്റിക്സ് എബിലിറ്റീസ് ആർ സോ ബാഡ്. കണക്കിലുള്ള കഴിവ് ഭയങ്കര മോശമാണ്. സോ ബാഡ്, വേറൊരു വാക്ക് അവിടെ യൂസ് ചെയ്യാം. ഓ ഐ നോ ഷീ ഈസ് ലൗസി അറ്റ് മാത്തമാറ്റിക്സ്. ഓ ഭയങ്കര മോശം അല്ലേ, മടിച്ചി, ആ ഒരു ഓക്കെ. ആൻഡ് ഷീ ഹാസ് അബ്സല്യൂട്ട്ലി നോ നോളജ് ഓഫ് സ്പെല്ലിംഗ്. ടീച്ചർ അടുത്ത് പറയാം അവൾക്ക് എഴുതാനൊന്നും അറിയില്ല, സ്പെല്ലിംഗ് ഒക്കെ ഭയങ്കര മോശം. So do you want me to sit with her while she does her homework? So the teacher നിങ്ങൾ പറഞ്ഞു വരണം എന്താ വെച്ചാല് അവളുടെ കൂടെ ഞാൻ ഇരിക്കണം എന്നാണോ? യെസ്, ഡു ദാറ്റ്. അത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഓൾസോ യു മസ്റ്റ് ഗെറ്റ് എ ട്യൂട്ടർ ഫോർ ഹെർ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ട്യൂട്ടറെ വെക്കാം. അപ്പൊ പാരന്റ് പറയാം നോ വേ, വെൽ ഡോട്ടർ പ്രോബബ്ലി ഹാസ് നോ ഫ്യൂച്ചർ എനിവേ. ഈ പോക്ക് പോവാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എന്തുണ്ടാവില്ല, ഒരു ഭാവിയില്ല, അത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല. ടീച്ചറും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നു. ഏകദേശം ടാബു എന്താന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഒരു കോൺവെർസേഷനിൽ വളരെ മോശമല്ലാത്ത രൂപത്തിൽ സംസാരിക്കാതിരിക്കുക, അതായിരിക്കും ബെറ്റർ. അതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല വാക്കുകൾ ഏതൊക്കെയാന്നുള്ളതാണ് കിട്ടേണ്ടത്. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? സംബഡി ആൻസർ. ആരെങ്കിലും ഒന്ന് റീപ്ലൈ തന്നാൽ നന്നായിരുന്നു. Okay, so now look at it another version of the same conversation. ഈ താഴെ കൊടുത്തിരിക്കുന്ന കോൺവെർസേഷന്റെ മറ്റൊരു രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ആം ഗ്ലാഡ് യു കെയിം, ഹൗ ആർ യു? വന്നല്ലോ, സന്തോഷം, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? പാരന്റ് ഐ ആം ഫൈൻ താങ്ക്സ്, ഐ അണ്ടർസ്റ്റാൻഡ് യു വാണ്ട് ടു ടോക്ക് ടു മീ അബൌട്ട് മൈ ഡോക്ടർ. നിങ്ങൾക്ക് എന്റെ മോളെ പറ്റിയിട്ട് പറയാനുണ്ടല്ലേ, എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു. യെസ്, ഐ ഹാവ് സം കൺസേൺസ് അബൌട്ട് ഹെർ സ്റ്റഡി സ്കിൽസ്. അവളുടെ സ്റ്റഡി സ്കില്ലുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, എനിക്ക് പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഐ എം നോട്ട് ഷുവർ ഐ അണ്ടർസ്റ്റാൻഡ്. പറയൂ, എന്താ പ്രശ്നം വെച്ചാൽ. വെൽ ഷീ ഈസ് എ ലിറ്റിൽ വീക്ക് ഇൻ സം സബ്ജക്ട്. ചില വിഷയങ്ങളുടെ കുട്ടിയുടെ പെരുമാറ്റം പറ്റ മോശമാണ്. മറ്റേ നേരെ പറഞ്ഞു നോക്കാം, മാത്സിൽ തീരെ സ്പെല്ലിംഗ്. സോ could you give me an example please? ഒരു ഉദാഹരണം പറയോ മാഷേ എന്ന് ചോദിച്ചു. ഷീ ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. അവൾക്ക് ഒരുപാട് കഴിവുണ്ട്. ബട്ട് ഐ എം ബിറ്റ് ഡിസപ്പോയിന്റഡ് ഇൻ മാത്തമാറ്റിക്സ് എബിലിറ്റീസ്. നല്ല കഴിവുള്ള കുട്ടിയൊക്കെ തന്നെയാണ്, വെറുതാണ്ട് പൊക്കി വെക്കും എന്നിട്ട് പറയുന്നത് മാത്തമാറ്റിക്സ് പറ്റ മോശമാണ്. യു ആർ റൈറ്റ്, മാത്തമാറ്റിക്സ് ഡൺ വൺ ഓഫ് ഹെർ സ്ട്രോങ് പോയിന്റ്സ്. മാത്തമാറ്റിക്സ് ആണ് അവളുടെ ഏറ്റവും വലിയ എന്ത് പ്രശ്നം. സ്പെല്ലിംഗ് നീഡ്സ് എ ലിറ്റിൽ വർക്ക്. സ്പെല്ലിംഗ് കൂടി കുറച്ച് എന്ത് ചെയ്യാണ്ട്, നന്നാക്കാനുണ്ട്. യെസ് ഐ സി. ഇൻ ദാറ്റ് കേസ് വാട്ട് ഡു യു റെക്കമെൻഡ്? എന്താണ് ഇനിയിപ്പോ ഞാൻ ചെയ്യേണ്ട കാര്യം? യു മൈറ്റ് വാണ്ട് ടു കൺസിഡർ എ ട്യൂട്ടർ ഫോർ മാത്തമാറ്റിക്സ്. ഏറ്റവും നല്ലത് മാത്സിന് ഒരു സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാൻ ഒരാളെ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഐ വിൽ ഡു എനിത്തിങ് ഐ ക്യാൻ ടു ഹെൽപ്പ്. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. താങ്ക്സ് ഫോർ കമ്മിങ്. ആ കോൺവെർസേഷൻ അവിടെ എന്ത് ചെയ്തു, അവസാനിച്ചു. മറ്റത് യു ഫൈനലി കെയിം. വന്നില്ലേ എന്ന് പറയുമ്പോൾ കയറി വരുന്ന ആൾക്കും ദേഷ്യവും പറയുന്ന ആളുകൾക്കും ദേഷ്യമാണ്. കണ്ട് നമ്മൾ ഒരു കോൺവെർസേഷൻ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, പറഞ്ഞ വാക്ക് ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി നടക്കുന്ന ഒക്കെ എന്തായിരിക്കും, റോങ് ആയിട്ടായിരിക്കും. ഇതന്നെയാണ് ഇവിടെ നടന്നത്. ഈ കോൺവെർസേഷന്റെ സെയിം റിപ്പീറ്റേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ യൂസ് ചെയ്തിട്ടുള്ള വാക്കുകൾക്ക് ഒരുപാട് പ്ലൈറ്റ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് ഡെവലപ്മെന്റിനുള്ള കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, യൂസ്ഫുൾ എക്സ്പ്രഷൻസ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പറയാണ്.
ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾക്ക് ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചെന്നുള്ളതെന്ന് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. അതിനുശേഷം യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ഏതൊക്കെയാ വെച്ചാൽ ഒന്ന് എടുത്തു നോക്കുക. It might not be a bad idea. That's one of our strong point. I can begin, need a little work potential, but I have some concern about a bit disappointed. ഇതൊക്കെ അതിലിപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകളാണ്. മീൻസ് ഈ വർക്ക് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നോക്കുന്നതിന് മുന്നേ അത് ചെയ്യായിരുന്നെങ്കിൽ നന്നായിരിക്കും. ഓക്കെ. കാരണം ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രോബ്ലം. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കോൺവെർസേഷനിൽ ആര് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ദ തിങ്സ് ബിലോ ആർ സെഡ് ബൈ ടീച്ചർ, others were said by father who wants to protect his daughter. In pairs decide who said what. ആരെ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. പൊന്നുമക്കളെ, 1 മാർക്ക് 2 മാർക്ക് ഇങ്ങനെയൊക്കെയാണ് മാർക്ക് വരുന്നത്. 100 ചില്ലാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 140, 125, 130 വരെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ. ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിന് ചോദ്യം എഴുതാം. ഷീ ടോക്സ് ടു മച്ച്. അവള് നല്ല വർത്താനം പറയും. അച്ഛനാണോ പറയാ, ടീച്ചറാണോ ഉത്തരം പറയാ, അവിടെ ആരാ പറഞ്ഞെന്നുള്ളത് എഴുതി വെച്ചാൽ മതി. 1 മാർക്ക്. മീൻസ് ഈ കോൺവെർസേഷൻ വായിച്ച ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഷീ ഈസ് എ ബിറ്റ് ഓൺ ദ ടോക്ടേറ്റീവ് സൈഡ്. അതെ, അവള് കുറച്ചും കൂടി സംസാരിക്കുന്ന ഒരു ടൈപ്പാണ്. ഇതാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവള് നല്ല സംസാരിക്കും, ടീച്ചർ പറഞ്ഞു. അതെ, അവള് കുറച്ച് സംസാരിക്കുന്ന ടൈപ്പാണ്. ആര് പറഞ്ഞു, ഫാദർ പറഞ്ഞു. ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഹെർ വെൻ ഐ വാസ് ഹർ. അതേപോലെ തന്നെയായിരുന്നു ഞാനും, ഇവളുടെ പ്രായത്തിലും ഞാൻ തന്നെയായിരുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും, സ്വാഭാവികമായിട്ട് അച്ഛനാണ്. അച്ഛന്റെ മോൾ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ദിസ് ഈസ് എ ഡിഫിക്കൽട്ട് ടൈം ഫോർ ഹെർ. ഇതാൾക്ക് കുറച്ച് മോശമായിട്ടുള്ള സമയമാണ് ഇപ്പോ. പഠിത്തത്തിലൊക്കെ വളരെ മോശമാണ്. അപ്പൊ ആർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക വെച്ചാൽ അത് എഴുതി വെക്കുക. ഷീ റിഫ്യൂസസ് ടു ലിസൺ. കേൾക്കാൻ തന്നെ കുട്ടിക്ക് എന്തില്ല, താല്പര്യമില്ല. ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവരെ വേറെ എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാം. ഇതാണ് നിങ്ങൾക്കുള്ള എക്സാം ഓറിയന്റ് ആയിട്ടുള്ള വർക്കുകൾ. സോ അതേപോലെ പോസ്റ്റ് ലൈൻ ടാസ്കിൽ ഇതേപോലെ ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാബൂസ് ഏതൊക്കെയാന്നുള്ള അവിടെ എഴുതി വെച്ചാൽ മതി. നോർമൽ ഏതാണ്, ടാബൂസ് ഏതാണ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്. ഗോ അവേ ഇത് ഏതാന്നുള്ളത് എഴുതി വെക്കാം. പ്ലീസ് സ്റ്റെപ്പ് അസൈഡ്, ഒന്ന് മാറിക്കോ. ഗോ അവേ, ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ അതേപോലെ ഇത് നോർമൽ ആണോ ഗോ അവേ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് ടാബു ആണ്. അപ്പൊ അത് ടി അവിടെ എഴുതി വെക്കാം. അതേപോലെ ബാക്കിൽ എന്ത്, ക്യാൻ യു സീ ഐ ആം ബിസി. എനിക്ക് കാണുന്നുണ്ട് ഞാൻ ഭയങ്കര തിരക്കാന്നുള്ളത് മനസ്സിലാവണല്ലേ. ആ വാക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട് കിട്ടും. അപ്പൊ അതും എന്താണ്, ടി ആണ്, ടാബൂസ് ആണ്. ഐ എം അഫ്രൈഡ് ഐ കാൻ റൈറ്റ് നൗ. അയ്യോ അതിപ്പം നടക്കും തോന്നുന്നില്ല. ഇത് ടാബു അല്ല, സഭ്യമായിട്ട് പറയാം. അത് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ. സോ അതവിടെ നോർമൽ എഴുതി വെക്കാം. സോ എല്ലാവരും ഒന്ന് ജീവൻ വെക്കുക. ഇന്നെടുത്ത 2 സെഷൻസ് എന്തെങ്കിലും ക്ലിയറോ സംശയമോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിച്ചറിയാം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയാം. ഐ എം വെയിറ്റിംഗ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ കേട്ടോ.
സോ ഇന്ന് നമ്മൾ എടുത്തത് 2 കാര്യങ്ങളാണ്. ഫൈനലൈസ് ചെയ്യാം, ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇന്ന് നമ്മൾ എടുത്തത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഒപ്പീനിയൻ, പ്രിഫറൻസ്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം പറയാം. പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻഗണന. ഇതല്ല അത് മതി എന്ന് പറയുന്ന കാര്യം. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ മുൻഗണന, ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം. ടാബൂസ് എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത വാക്കുകൾ. ഇത് 2 സെഷനാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ 2 കോൺവെർസേഷൻ, ഇതിൽ ഫുള്ള് കോൺവെർസേഷൻ ആണ്. ആ കോൺവെർസേഷൻ റീഡ് ഔട്ട് ചെയ്യുക, ആ വാക്കുകൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജംബിൾഡ് ഓർഡറും നിങ്ങളുടെ ലിസണിങ് സ്കില്ല് അല്ലെങ്കിൽ റീഡിങ് സ്കില്ല് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും കിട്ടുക. ഞാൻ പറഞ്ഞ പോലെ 120, 140 അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് തുല്യമായിട്ടുള്ള ആൻസറുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി വെക്കണം. സോ 2.5-3 മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. എക്സാമുകളിൽ മേ ബി മോർ ദാൻ 2 ടീച്ചേഴ്സ് അല്ലെങ്കിൽ 2 ടീച്ചർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കൈകൾ കാലുകൾ ഉയർത്തിയിട്ട് ചോദ്യം ചോദിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു വരില്ല, കാരണം അപ്പോൾ ഒരു സമയം പോയി. അപ്പോൾ ഉള്ള സമയത്ത് ഉള്ള വർക്കുകൾ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫാസിൽ സാർ വഴി കോൺടാക്ട് ചെയ്യാം. അതല്ല പേഴ്സണലായിട്ട് നമ്പറുകളുള്ളവർക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.